കെ സുരേന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം കെ സുരേന്ദ്രൻ ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ. ഗുഡ് മോർണിംഗ്. യാത്രയ്ക്കായി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ശുഭാരംഭം അല്ലേ? എങ്ങനെയാണ് ഈ യാത്ര ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഒരു കാര്യക്രമം? തീർച്ചയായിട്ടും മധൂരിലെ പ്രസിദ്ധമായിട്ടുള്ള മധൂരിലെ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. മധൂർ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വിഘ്നേശ്വര ക്ഷേത്രങ്ങളിലൊന്നാണ്. എല്ലാ വിഘ്നങ്ങളും മാറി ഈ പദയാത്രയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നത്. കേരള പദയാത്ര ഒരു വലിയ ജനമുന്നേറ്റമാണ്. പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പദയാത്രയാണ്. സാധാരണ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത് പോലെ ഒരു ചെറിയ 2000-3000 പേരുടെ പദയാത്രയല്ല. പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ മണ്ഡലത്തിലും അണിനിരക്കുന്ന, ഓരോ ബൂത്തുകളിൽ നിന്നും സാധാരണ ജനങ്ങൾ വരുന്ന ഒരു പദയാത്രയാണ് ഇത്തവണ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി, കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം തന്നെ മോദിയുടെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 2 കേരള സന്ദർശനങ്ങളിലും പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇവിടെ മറ്റുള്ളവർ പറയുന്നത് പോലെ പാഴ്വാക്കുകളോ വാഗ്ദാനങ്ങളോ അല്ല, ഉറപ്പുള്ള, നടപ്പാക്കാൻ കഴിയുന്ന, നടപ്പാക്കി തെളിയിച്ചിരിക്കുന്ന ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി. കോടാനുകോടി ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇതിനോടകം അവർക്ക് അവരുടെ ജീവിതത്തിന് സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾക്ക് വീടുകൾ കിട്ടിയിട്ടുണ്ട്, ശൗചാലയങ്ങൾ കിട്ടിയിട്ടുണ്ട്, വൈദ്യുതി കിട്ടിയിട്ടുണ്ട്, പാചകവാതക സിലിണ്ടറുകൾ കിട്ടിയിട്ടുണ്ട്, കുടിവെള്ളം കിട്ടിയിട്ടുണ്ട്, റോഡുകൾ കിട്ടിയിട്ടുണ്ട്. അടിസ്ഥാന വികസന സൗകര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വലിയ തോതിലുള്ള, അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനസഹായം, അത് പദ്ധതികളുടെ കാര്യത്തിലായാലും നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലായാലും കേരളത്തിന് ഇതുപോലെ പരിഗണന ലഭിച്ച ഒരു കാലവും ഉണ്ടായിട്ടില്ല. UPA ഗവൺമെന്റ് 10 മടങ്ങ് 10 ഇരട്ടിയിലധികം കേരളത്തിന് പ്രയോജനം മോദി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പദയാത്ര ഞങ്ങൾ. ശ്രീ കെ സുരേന്ദ്രൻ, അതായത് ഇടത് സർക്കാർ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ? ഈ സാമ്പത്തിക വിഹിതം, കേരളത്തിനുള്ള വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ തോതിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല, അതിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെയും പിന്തുണ തേടുകയാണ്. ആ രൂപത്തിലാണ് ഡൽഹിയിലെ പരിപാടി ആലോചിക്കുന്നത്. ഒരു സമ്മേളനത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അതൊരു വ്യാജ പ്രചരണമാണത്. ഞാൻ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ദില്ലിയിൽ സമ്മേളനത്തിന് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് എത്ര ടാക്സ് ഷെയർ കിട്ടി, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് എത്ര റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ എത്ര GST കോമ്പൻസേഷൻ കിട്ടി, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് എത്ര പണം കിട്ടി, കഴിഞ്ഞ 10 വർഷം NHAI നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്ര പണം കിട്ടി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ എത്ര പണം കിട്ടി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആരോഗ്യ മേഖലയിൽ കേരളത്തിന് എത്ര പണം കിട്ടി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് എത്ര വിഹിതം കിട്ടി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജൽജീവൻ മിഷന് കേരളത്തിൽ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജൽജീവൻ മിഷന് എത്ര വിഹിതം കേരളത്തിന് കിട്ടി. മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഈ ഒരു കണക്കുകൾ ഇവിടെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പോകാൻ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ 10 വർഷം UPA ഗവൺമെന്റിന്റെ 10 വർഷത്തേക്കാൾ 10 ഇരട്ടിയിലധികം എല്ലാ മേഖലയിലും കേരളത്തിന് കിട്ടി.